യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് സെലൻസ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടുത്തിടെ നടത്തിയ പ്രസ്താവന വൈറ്റ് ഹൌസിൽ മൂവരും തമ്മിലുള്ള ചൂടേറിയ വാഗ്വാദത്തിന് ശേഷമായിരുന്നു നടന്നത്. നേരത്തെ വൈറ്റ് ഹൌസ് സന്ദർശിച്ചപ്പോഴാണ് തർക്കം പൊട്ടിപ്പുറപ്പെട്ടത്. യുദ്ധം നീട്ടാൻ ആഗ്രഹിക്കുന്നുവെന്നും സമാധാനത്തിനായി ചർച്ച നടത്താൻ വിസമ്മതിക്കുന്നുവെന്നും വാൻസും ട്രംപും സെലൻസ്കിക്കെതിരെ ആരോപിച്ചു. യുദ്ധം മൂലം യുക്രൈൻ പൗരന്മാർ നേരിടുന്ന പ്രതിസന്ധികൾ ജെ.ഡി. വാൻസിന് അറിയില്ലെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് സെലൻസ്കി തിരിച്ചടിച്ചു. സൈനിക സഹായവും ധനസഹായവും നൽകിയതിന് സെലൻസ്കി അമേരിക്കയോട് നന്ദി കാണിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വാൻസും തിരിച്ചടിച്ചു. യു.എസ്. യുക്രൈൻ ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയ്ക്കാണ് ഇത് വഴിവെച്ചത്. ഈ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുകയും കാര്യങ്ങൾ പരിശോധിച്ച് പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്. 2022 റഷ്യ യുക്രൈനിനെ ആക്രമിച്ചതിനു ശേഷം യുക്രൈനും യു.എസും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. യു.എസ്. യുക്രൈനിന് ഗണ്യമായ സൈനിക സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ സഹായത്തിന്റെ നിബന്ധനകളെക്കുറിച്ചും സംഘർഷത്തിൽ യുക്രൈനിന്റെ തന്ത്രത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സംഘർഷങ്ങൾ ലഘൂകരിക്കാനും യുക്രൈനിനുള്ള യു.എസ്. പിന്തുണ വീണ്ടും ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായാണ് സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനത്തെ കാണേണ്ടത്. എന്നിരുന്നാലും സെലൻസ്കിയും ട്രംപും വാൻസും തമ്മിലുള്ള വാഗ്വാദം ഇരു രാജ്യങ്ങൾക്കും ഫലപ്രദമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സെലൻസ്കിക്കെതിരെ വാൻസും ട്രംപും ഉന്നയിച്ച ആരോപണങ്ങൾ ശ്രദ്ധേയമാണ്. യുദ്ധം നീട്ടാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതിലൂടെ സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ യുക്രൈൻ പ്രതിജ്ഞാബദ്ധമല്ലെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. സംഘർഷത്തിന്റെ സങ്കീർണതകളെ യുക്രൈൻ നേതാക്കളും ഏജൻസിയും ഇത് അവഗണിക്കുന്നതിനാൽ കാര്യങ്ങൾ ഗുരുതരമാണ്. മറുവശത്ത് യുക്രൈൻ പൗരന്മാരുടെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള വാൻസിന്റെ അറിവില്ലായ്മ എടുത്തു കാണിക്കുന്ന സെലൻസ്കിയുടെ പ്രതികരണം രാജ്യത്ത് എത്രത്തോളം സംഘർഷം നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സഹാനുഭൂതിയും ധാരണയും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് അടിവരയിടുന്നത്. യു.എസ്. യുക്രൈൻ ബന്ധം നിർണായക ഘട്ടത്തിലാണ്. യുക്രൈനിലെ സംഘർഷം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപക്ഷത്തെയും നേതാക്കൾ പൊതുവായ നിലപാട് കണ്ടെത്തുകയും സമാധാനപരമായ പരിഹാരത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ട്രംപും വാൻസുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സെലൻസ്കിയുടെ സന്നദ്ധത ഈ ദിശയിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ്. എന്നിരുന്നാലും വിശ്വാസവും സഹകരണവും പുനഃസ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും സുസ്ഥിരമായ ശ്രമങ്ങൾ ആവശ്യമായി വരും. സംഘർഷത്തിൽ യുക്രൈന്റെ പരമാധികാരം യു.എസ്. അംഗീകരിക്കണം. അതേസമയം സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ യു.എസുമായി പ്രവർത്തിക്കാൻ യുക്രൈൻ തയ്യാറാകണം.